ബീഫ് കഴിക്കാറുണ്ടോ? ബീഫ് എന്ന് പറഞ്ഞാൽ പശു ഇറച്ചിയാണ്. അതെ. പശു ഇറച്ചിയായിട്ട് ഞാൻ കഴിക്കാറില്ല. ഗോമാതാവ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? എൻ്റെ അമ്മയുടെ പേര് വസന്തകുമാരി എന്നാണ്. ഗോന്നല്ല. പിന്നെ എന്നെ പറ്റതൊരു മനുഷ്യശ്രീയാണ്. ഗോമാതാവല്ല. ഗോ എനിക്ക് മാതാവായിട്ട് തോന്നിയിട്ടില്ല. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇന്നലെ കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് മാലയിട്ട് ശബരിമലയ്ക്ക് പോവുകയാണ്. ചെന്നിട്ട് ടിക്കറ്റ് വെച്ച് അയ്യപ്പനെ തൊഴുകയാണ്. അവിടെ ഒരു പെണ്ണ് കയറുമ്പോൾ പറ്റൂല. മതത്തിന്റെ ന്യൂനതകളിലേക്കല്ല മനുഷ്യൻ പോകണം, മനുഷ്യത്വത്തിന്റെ ഉന്നതിയിലേക്കാണ് പോകണ്ടേ. ശിവനും മോഹിനിയും കൂടി ബന്ധപ്പെട്ട് ലാസ്റ്റ് തുട വളർന്ന് ഊട്ടിണ്ടായി എന്നാണ്. എത്ര ആഭാസകരമായ കഥയാണത്. മതവിശ്വാസത്തെ എന്തിനാണ് വെറുതെ വ്രണപ്പെടുത്തുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത്രയും നാള് നിങ്ങൾ കറക്റ്റ് ചെയ്തില്ല. ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണോ കറക്റ്റ് ചെയ്യാൻ പറ്റിയത്? ഈ നിങ്ങൾ എന്നുള്ള ചോദ്യം ആരോടാണ്? ആളുകളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു. രാഷ്ട്രീയപരമായിട്ട് ഉപയോഗം ചെയ്തു. അവർക്ക് തിരുത്തേണ്ടി വന്നു. ഇപ്പൊ അയ്യപ്പന്റെ സമ്മേളനം നടത്തേണ്ടി വന്നു. അവർക്ക് മതങ്ങളെ രാഷ്ട്രീയമായുധമാക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. മതത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ട മതാചാര്യന്മാരാണ്. സ്ത്രീ പൂജിക്കപ്പെടേണ്ടവളാണെന്നും പൂജിക്കപ്പെടേണ്ട ടൈം എപ്പോഴാണ്? ഒരു സ്ത്രീ ആർത്തവതിയായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പൂജിക്കാൻ അർഹയാണെന്നും പറഞ്ഞിരിക്കുന്നത്. ഈ മെൻസ്ട്രൽ പീരീഡ് താന്ത്രികമായിട്ട് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ ആളുകൾ വേണമെങ്കിൽ മണ്ടത്തരം കംപ്ലീറ്റ് ആണ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ശാസ്ത്രീയമായിട്ട് മതം പഠിച്ച ആചാര്യന്മാരുടെ ഉത്തരവാദിത്വം. നമ്മൾ സ്വതവേ കേട്ടു വരുന്ന ഒരു കാര്യമാണ് ഈ ബാബാജിമാർ അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ പാത പിന്തുടരുന്ന ആൾക്കാർ വെജിറ്റേറിയൻസ് ആയിരിക്കും എന്നുള്ളത്. അത് എത്രത്തോളം സത്യമാണ്? അത് വെജിറ്റേറിയൻ കഴിച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം വേണം. അത് ആരോഗ്യം. വെജിറ്റേറിയൻ ആണോ? ഞാൻ ഇന്നതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മുന്നിൽ മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡ് എന്തെങ്കിലും കൊടുത്തു തന്നാൽ അവർ കഴിക്കുന്നതാണെങ്കിൽ ഞാൻ കഴിക്കും. എനിക്കായിട്ടൊരു ഭക്ഷണ വ്യവസ്ഥ ഇല്ല. അതെന്തായാലും കഴിക്കും. ഈ ബീഫ് കഴിക്കാറുണ്ടോ? ബീഫ് എന്ന് പറഞ്ഞാൽ പശു ഇറച്ചിയാണ്. അതെ. അതിപ്പോൾ എന്താ വെച്ചാൽ പശു ഇറച്ചിയായിട്ട് ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ അന്നയുടെ വീട്ടിൽ വന്ന അന്ന എനിക്ക് പശു ഇറച്ചിയാണെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ അപ്പോഴും പശു ആണെങ്കിൽ എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പശു ആണെന്ന ഫീൽ. അപ്പോൾ പാലിൻ്റെ ഒരു ചുവ. ആടാണെങ്കിൽ ആടിൻ്റെ ഒരു ചുവ ഉണ്ട്. അത് മാംസഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് എന്താ വെച്ചാൽ അത് എൻ്റെ ശരീരം ആക്സെപ്റ്റ് ചെയ്യില്ല. വൊമിറ്റിങ്ങിൻ്റെ ഒരു പോലെ വരും. എന്നാൽ പോലും ഞാൻ തന്ന ആളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് വായിലിടും. അതുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് കഴിക്കില്ല. പിന്നെ ഇപ്പോൾ സോയിട്ട് നിങ്ങളെ പറിച്ചുമൊന്നും കഴിക്കില്ല. അതാ പറഞ്ഞത്. ഒരാൾ അപ്പോൾ ഇതൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗോമാതാവ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? എൻ്റെ അമ്മയുടെ പേര് വസന്തകുമാരി എന്നാണ്. ഗോന്നല്ല. പിന്നെ എന്നെ പറ്റതൊരു മനുഷ്യശ്രീയാണ്. എൻ്റെ അമ്മേൻ്റെ ഒപ്പം നിൽക്കാൻ ആരില്ലാത്തതുകൊണ്ട് എന്താ പറയുക, അമ്മയെ നോക്കാൻ വന്നത് കോച്ചിയമ്മായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു അച്ചമ്മയാണ്, ഒരമ്മയാണ്. അതെൻ്റെ അമ്മയാണ്. എന്നെ കുട്ടിക്കാലത്ത് ഞാൻ എന്താ വെച്ചാൽ ഒരു അംബിക ടീച്ചർ എന്ന് പറയും. അവിടെ ഒരു പാട്ടും ഡാൻസ് പഠിക്കുന്ന അവരാണ് കുട്ടിക്കാലത്ത് കംപ്ലീറ്റ് അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴൊക്കെ എന്നെ കുളിപ്പിക്കാൻ പറ്റുള്ളതൊക്കെ ചെയ്ത്. അവരൊക്കെയാണ് എൻ്റെ അമ്മ. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അമ്മയുടെ അമ്മായി പുഷ്പമ്മ, അവരെൻ്റെ അമ്മയാണ്. ഞാൻ ജനിച്ച തൊട്ടടുത്ത് തന്നെ പുളൂൽപ്പുര കോളനിയാണുള്ളത്. അവിടുത്തെ ഓരോ നീലിയമ്മായി ആയാലും ശരി, അങ്ങനെ ഓരോരുത്തരും കുഞ്ചിയടത്തിയാലും ശരി, ഇവരൊക്കെ കമലെടുത്തി, ഇവരൊക്കെയാണ് എൻ്റെ അമ്മമാർ. ഗോമാതാവല്ല. ഗോ എനിക്ക് മാതാവായിട്ട് തോന്നിയിട്ടില്ല. പാല് തരുന്നതാണെങ്കിൽ ആട്ടുംപാലും ഞാൻ കഴിച്ചിട്ടുണ്ട്, എരുമപ്പാൽ കഴിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മാതാവുണ്ട്. അപ്പോൾ അതെനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ സ്വതവേ ചില ആൾക്കാർ ഇപ്പോൾ പശുവിൻ്റെ മേത്ത് ദൈവങ്ങളൊക്കെ ഉണ്ട് പോകണ്ട്. അത് പശുവിൻ്റെ മേത്ത് മാത്രമൊന്നുമല്ല. ഞാൻ അപ്പോൾ ഈ ശാസ്ത്രം പഠിച്ച ആളല്ലേ. മനുഷ്യരുടെ മേത്തും ദൈവങ്ങളുണ്ട്. ദൈവമില്ലാത്ത ഒന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം എന്നാണ് ഈ ധർമ്മമാണ്. എല്ലായിടത്തും ദൈവമുണ്ട്. പിന്നെ ഗോ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള പ്രശ്നമാണ്. ഗോ എന്ന് പറഞ്ഞാൽ ഗച്ഛതീതി ഗോ എന്നാണ്. ഗച്ഛത് സഞ്ചരിക്കുന്നതാണ് ഗോ. അതാണ് എൻ്റെ അർത്ഥം. നിരുക്തത ഗച്ഛതീതി ഗോ. സഞ്ചരിക്കുന്നത് ഗോ. അപ്പോൾ പശു മാത്രമാണോ സഞ്ചരിക്കുക? സഞ്ചരിക്കുന്നത് എന്താ? ഭൂമി സഞ്ചരിക്കും ഇല്ലേ? ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നു എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗോ ആണ്. എന്താ അതിനെ പരിപാലിക്കാത്തേ? അതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ അത് വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. പാറ പൊട്ടിക്കാൻ പറ്റില്ല, മണൽ വാരാൻ പറ്റൂല ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചാണ് പ്രകൃതി ചൂഷണം നടക്കൂല, മുട്ടിൽ മരം മുറി നടക്കൂല. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഭൂമി ഞങ്ങൾക്ക് വിഷയമല്ല. പിന്നെ ഗോ ആകുമ്പോഴുള്ള ഞങ്ങളുടെ രാഷ്ട്രീയം നടക്കില്ല. അപ്പോൾ വെച്ചാൽ അതാണ് അവിടെ ഗോ. പിന്നെ അടുത്ത ഗോ എന്താണ്? ഗച്ഛതി ഗോ. പിന്നെ ഉള്ളത് വെച്ചാൽ വിശ്വാസപ്രകാരം ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആത്മാവ്, അപ്പോൾ ആത്മീയതയിൽ ഗച്ഛതീതി ഗോ എന്ന് പറയുന്നത് ഈ ആത്മാവിനെയാണ്, അല്ലാണ്ട് ഗോ എന്ന് പറയുന്നത് ഇവർ മാതാവിനെയല്ല. ഇവർ മാതാവാവുന്നത് പശുവുമായി ബന്ധപ്പെട്ട ആളുകൾ. പശുവുമായി ബന്ധപ്പെട്ടത് ബ്രാഹ്മണരുടെ ഒന്നും ഞാൻ പാടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ കാർഷിക വൃത്തിയുള്ള അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ കേരളത്തിലൊക്കെ സംബന്ധിച്ച് പട്ടികജാതിക്കാർ പോലും നാൽക്കാലികളെയൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന വളരെ തുച്ഛം ചില ആൾക്കാർ. പശുവിനെ പിന്നെ ഈ പറയ സമുദായം എന്ന് പറഞ്ഞ സമുദായമുണ്ട്. എസ് സിയിൽ
ഷെഡ്യൂൾ കാസ്റ്റ്. അതിൽ ചില വിഭാഗക്കാര് മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ടോ ഈ പശുവിന്റെ മാംസം കഴിച്ചു എന്ന് പറയണ്ടേ, അത് നിർബന്ധിച്ചിരുന്നത് ഈ ബ്രാഹ്മണരാണ്. ശബരിമലയില് സ്ത്രീകൾ കയറാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നു. സ്ത്രീകൾക്ക് കയറി കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ ഒരു വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു? അന്ന എന്തായാലും ഒരു സ്ത്രീയാണല്ലോ, അന്നയുടെ അഭിപ്രായത്തിൽ സ്ത്രീ കയറണോ കയറണ്ടേ? എനിക്ക് സ്ത്രീകൾ കയറണ്ട എന്നാണ്. കാരണം ഒരു സ്ത്രീ ആവുന്നതുകൊണ്ട് സ്ത്രീ പറയണം. അതൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും. ഒരിക്കലും ഒരു ഈക്വാളിറ്റി കാണിക്കാൻ വേണ്ടി മതം തെരഞ്ഞെടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം തെരഞ്ഞെടുക്കരുത് എന്ന് എനിക്കുണ്ട്. ഈക്വാളിറ്റി കാണിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ അതായത് ആ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് അവിടെ സ്ത്രീ കയറാത്തതെന്ന് അന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അല്ല, അതിന് സയന്റിഫിക് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ട് എന്ന്. അല്ല, ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഇപ്പൊ പീരിയഡ്സിന്റെ ടൈമില് ഇപ്പൊ 7 ദിവസം കൂട്ടുകുടുംബമായിരുന്നല്ലോ, കൂട്ടുകുടുംബത്തിൽ ആ ഒരു 7 ദിവസം മാത്രമാണ് ഒരു സ്ത്രീക്ക് റെസ്റ്റ് കിട്ടിയിരുന്നത്. അത് പിന്നീട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ആചാരത്തിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും അതിപ്പോ ഒരു വിശ്വാസമായി നിലകൊള്ളുന്ന ഒരു സംഭവമാണ്. അല്ല, അവിടെയാണ് നിങ്ങൾ ഈ സ്ത്രീകൾ കയറിയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ നിലനിൽക്കുന്ന ഏകദേശം 50കൾക്ക് ശേഷം ഈ കണ്ഠരതന്ത്രിമാർ ഏറ്റെടുത്തതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് അവിടെ തലനാരി അരയനെ പോലെയുള്ള മലയാരിയനെ പോലുള്ള ആൾക്കാരൊക്കെ പോയിച്ച ഹിസ്റ്ററി ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ മലയാരി വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ മലവാസികൾ എന്ന് പറയുന്നൊരു മല ഉള്ളാടനും മലം പണ്ടാരവും മല അരയന്മാരും അങ്ങനെ 2-3 വിഭാഗക്കാരാണ് അവിടെ താമസിച്ചിരുന്നത്. അവിടെയൊക്കെ സ്ത്രീകൾ അവിടെയൊക്കെ ആട് മേയ്ക്കാൻ പോവുകയും അവിടെയൊക്കെ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലം തന്നെയായിട്ടാണ് അവർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. പക്ഷെ അതിന് ശേഷം പന്തളത്ത് കൊട്ടാരവും മറ്റുള്ളൊക്കെ അതിന് ശേഷം ഈ പാണ്ഡ്യരാജാക്കന്മാരുടെ പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. പന്തളത്ത് കൊട്ടാരമൊക്കെ അറിയപ്പെടുന്നത്. പാണ്ഡ്യന്മാർ വരുന്നതിന് മുമ്പ് ഒരുപാട് രാജവംശങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആദ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് സ്ത്രീകൾ പോയിരുന്നു. പിന്നെ അതിന് ശേഷം വന്ന് ചില ആളുകൾ ചില നിയമം വെച്ചതാണ്. പിന്നെ നാട്ടും പുറത്തുനിന്ന് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം പോകാൻ പണ്ട് പറ്റില്ല. ഇന്നത്തെ പോലെ നടന്നിട്ട് തന്നെ പോകണം. അപ്പം നടന്നു പോകുമ്പോൾ ഇന്നത്തെ പോലെ 41 ദിവസം വ്രതം കഴിഞ്ഞ് പോവല്ല ചെയ്യുക. ഏകദേശം ഒരു ദിവസം മുന്നേ തുടങ്ങും. ഇന്നത്തെ വഴികളൊന്നുമില്ല, കുറുക്ക് വഴികളാണ്, കുറച്ച് ദിവസം മുന്നേ തുടങ്ങും. അപ്പോൾ ഈ സ്ത്രീകളെ മെൻസ്ട്രൽ പീരീഡ് മറ്റുള്ളതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ട് അവർ പോയില്ല, അങ്ങനെ പോയില്ല എന്നുള്ള ഉറപ്പ്. പക്ഷെ അവിടെയുള്ള ആളുകൾ പോയില്ല തൊഴുതില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്തിനു വേണം ഈ പറയുന്ന പന്തളം കൊട്ടാരത്തിൻ്റെ ആൾക്കാരും അതുപോലെ പന്തളം കൊട്ടാരമാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു പന്തളം കൊട്ടാരത്തേക്കാൾ പന്തളം കൊട്ടാരത്തിന് പന്തളം കൊട്ടാരം വെച്ച് കൊടുക്കുക എന്താ ചെയ്തൊരു പരിപാടി ഉണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രമായി എന്നിട്ട് ഈ തിരുവനന്തപുരത്തെ കൊട്ടാരക്കാരുമായിട്ട്. അവിടുത്തെ എന്താ വെച്ചാൽ അവിടെ സ്ത്രീകൾ പോയതിൻ്റെയൊക്കെ ഫോട്ടോകൾ വരെ അവരുടെ കുടുംബത്തിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മറ്റേ വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാകാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആവാൻ മറ്റവർക്ക് പറ്റില്ല. കാരണം അവിടെ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പറ്റില്ല എന്നാണ്. ഇവിടെയാണ് ആർത്തവം പറ്റില്ല എന്നല്ല, നമുക്ക് ഈക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈക്വാലിറ്റിയുടെ പ്രശ്നമല്ലേ, ഈക്വാലിറ്റിയുടെ പ്രശ്നമല്ലാതെ ഇത് ഈക്വാലിറ്റിയുടെ പ്രശ്നമായിട്ടാണല്ലോ നമ്മൾ ലീഗലി മൂവ് ചെയ്തത്. അല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു? അത് ഈക്വാലിറ്റിയുടെ വിഷയം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളല്ല ഇത്തരം പറയുന്ന ആൾ മെൻസസ് കൊണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് അവിടെ ഒരു വിഷയം ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ട, അങ്ങനത്തെ പ്രശ്നം അവിടെ ഇല്ലയെന്ന്. എന്തിനീ കണ്ഠരൊക്കെ തന്നെ പൂജിക്കുന്ന സമയത്ത് ഏതൊരു പത്രത്തിൽ വന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത്, അവിടെ പോയിട്ട് തൊഴുത ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. കണ്ഠരനെ വിളിച്ച ആൾക്കാർ TV മാധ്യമത്തിൽ ഇരുന്ന് പറഞ്ഞതല്ലേ. ഞാനത് സംഭവം ശരിയാ ട്രോളാൻ വേണ്ടി അവരെന്തോ ഫ്ലൈറ്റ് താഴ്ത്തി പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ പോലും യാഥാർത്ഥ്യം മാറ്റി വയ്ക്കാൻ പറ്റില്ല. കണ്ഠര അത് പറയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ ബോധിയിട്ടുണ്ടാവുമല്ലോ കണ്ഠര് പറയുക എന്നുള്ളത് പൈസയ്ക്ക് വേണ്ടാന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആകാം, ചില കാര്യങ്ങൾക്ക് ആകില്ല. അപ്പൊ അവിടെ എന്തുകൊണ്ട് ദൈവത്തിന് മുന്നിൽ സ്ത്രീയെ മാറ്റി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തന്ത്രശാസ്ത്രമാണ് വിഷയം. ഞാൻ പറയട്ടെ, ശബരിമല അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ഭാഗത്ത് ആ പ്രതിഷ്ഠിച്ച ഭാഗത്ത് ഒരു പീഠവും, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സംസാരിച്ച വിഷയത്തിൽ തന്ത്ര വിശദീകരിക്കാൻ തന്ത്ര എന്ന ആൾ വേണ്ടേ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ കൺസൾട്ടന്റ് ഫീ ഉണ്ടായിരിക്കില്ലേ. ഇവിടെയാണ് തന്ത്രശാസ്ത്ര പ്രകാരം ഒരു പീഠത്തിലേക്കാണ് ബിംബം ഇറക്കി വെക്കുന്നത്. അതിനെ ആ പീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സങ്കല്പമാണ്, യോനി സങ്കല്പമാണ്. അതിലേക്കാൾ ആ വിഗ്രഹം ഇറക്കി വയ്ക്കുമ്പോൾ ലിംഗവുമാണ്, അത് മൈഥുന സങ്കല്പമാണ്. ആ മൈഥുനം എന്ന് പറഞ്ഞാൽ കേവലം സ്ത്രീ പുരുഷനും അല്ല, പ്രകൃതിയും പുരുഷനുമാണ്. നമ്മളുടെ ഈ പറഞ്ഞ ജീവശക്തിയും ബോധവും തമ്മിലുള്ള പോലെയാണ്. ഇത് നോക്കുമ്പോൾ അവിടെ നടന്നതിനെ ലൈംഗിക ബന്ധമാണ്, അഷ്ടബന്ധത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ. അതാ തന്ത്രത്തിന്റെ ഭാഗ്യം അങ്ങനെ ആയിരിക്കുമ്പോൾ പിന്നെ ശക്തി മന്ത്രമുണ്ട്. ശക്തി നവശക്തി കൊണ്ടാവട്ടെ അല്ലെങ്കിൽ ശക്തി മന്ത്രം കൊണ്ടാവട്ടെ, ഇതുകൊണ്ടൊക്കെയാണ് ആ പീഠപ്രതിഷ്ഠ നടത്തുന്നത്. അവിടെ ശക്തി പറഞ്ഞ സ്ത്രീയാണ്. അങ്ങനെ പിന്നെ അപ്പുറത്ത് മാളികപ്പുറം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ത്രീ സ്വരൂപങ്ങൾ തന്നെയല്ലേ. ഇവിടെ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത് പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടെ ഒരു സ്ത്രീ കയറിയതുകൊണ്ട് ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടില്ല. സംഭവം ശരി, അവിടെ കയറിയവർ വിശ്വാസമില്ലാത്തവർ കയറി എന്നുള്ളത് അതിന്റെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ഒരു കേസ് മൂവ് ചെയ്യാൻ പോവില്ലല്ലോ. വിശ്വാസികൾക്കല്ലേ ആരാ കേസ് കൊടുത്തേ?
ആരായിരുന്നു ഫാത്തിമ സലീമോ എന്താ? ഫാത്തിമയൊന്നുമല്ല. അതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ മല കയറാൻ പോയ കുറെ സ്ത്രീകളെ പേരുകളൊക്കെയാണ്. അതല്ല, കേസ് കൊടുത്തോക്കാരാ ഇത് പൊളിറ്റിക്കലി ഒരു വിഷയമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ശബരിമലയെ എന്താ പറയാ, ഇതൊരു സുവർണാവസരമാണെന്ന് പറഞ്ഞ ആളുകളുടെ പൊളിറ്റിക്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണെന്ന് ഞാൻ പറഞ്ഞതല്ല. ആ പരാതി ആദ്യമായിട്ട് കോടതിയിൽ പോകുമ്പോൾ അത് കൊടുത്ത സംഘടന ഏത് കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഇന്ത്യ ചർച്ച ചെയ്തതാണ്, ഈ രാജ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവർ തന്നെയാണ് പിന്നീട് അത് കയറാനും പറ്റില്ലാണ്ട് രംഗത്തേക്ക് വരും, തേങ്ങ എടുത്തെറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സമരത്തിൽ ഈ വിശ്വാസിയുടെ പക്ഷം നിന്ന ആളാണ് നമ്മൾ. സ്ത്രീ കയറണ്ട എന്നുള്ളത് അപ്പോൾ എല്ലാ വേദിയിലും പോയി നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടേ, സ്ത്രീ കയറുന്നതിന് ചണ്ടാളബാബയ്ക്ക് വിരോധമില്ല, ഭക്തർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഭക്തർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഭക്തർ അറിവില്ലാണ്ടാണ് പറയുന്നെങ്കിൽ അത് തിരുത്തപ്പെടണ്ടേ? സ്ത്രീ കയറി കഴിഞ്ഞാൽ അയ്യപ്പൻ എന്തോ നഷ്ടപ്പെടുന്നു പറയുമ്പോൾ എത്ര കണ്ട് അയ്യപ്പനെ നമ്മൾ അറിയിക്കണ്ടേ? നഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളതും ഉണ്ട്. ഇത് അത് ഇംപ്യൂർ ബ്ലഡ് ആണല്ലോ പീരിയഡ്സിന്റെ ടൈമിൽ പുറത്തു പോകുന്നത്. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസവും എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസം മാത്രമല്ല, ഖുറാനും തൊടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അല്ല, ഖുറാനിൽ ഉണ്ട് ഖുറാൻ ഇടാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് ഖുറാൻ എടുക്കാൻ പറ്റില്ല? ഖുറാൻ എടുത്തോണ്ട് ഒരു കുഴപ്പമില്ല, കാരണം വീട്ടിൽ ചോറ് വെക്കാം, വെള്ളം കോരാം. എനിക്ക് ക്രിസ്ത്യാനി ഇത് ഞാൻ മുഴുവൻ നമ്മൾ പറഞ്ഞുതരാം, നമ്മൾ മലപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞുതരാന്ന്. എന്താ വെച്ചാലേ ഇതൊന്നും എടുത്തോണ്ട് ആൾക്ക് ക്ഷീണം വന്നോണ്ടല്ല, ആ വ്യക്തിക്ക് റെസ്റ്റ് വേണ്ട സമയമാണ്. ആ സമയത്ത് ആ റെസ്റ്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാ. അല്ലാണ്ട് ഖുറാൻ എടുത്തോണ്ട് ഒരു ലോകം അവസാനിക്കാൻ പോകുന്നില്ല, ബൈബിൾ എടുത്തോണ്ട് അവസാനിക്കാൻ പോകുന്നില്ല, ഗീത എടുത്തോണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. പീരിയഡ്സിന്റെ സമയത്ത് ഒരു കുഴപ്പമില്ല. ബൈബിള് പോലും ഇത്തരം വിശ്വാസങ്ങളുള്ള കൂട്ടക്കാരുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ. നിങ്ങൾ തന്നെ 10 കൂട്ടക്കാരുണ്ടാവും, അതല്ല മെജോറിറ്റി. അങ്ങനെ മുസ്ലിങ്ങളും തന്നെ അത് എടുക്കാൻ കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരുടെ ഹിന്ദുയിസത്തിലുണ്ട്. അവിടെയാണ് അങ്ങനെയാണ് ഹിന്ദുയിസത്തിൽ വാമാചാരം ഉണ്ട്. ബ്രഹ്മയാമള തന്ത്രത്തിൽ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടോ മെൻസ്ട്രൽ ബ്ലഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് മെൻസ്ട്രൽ ബ്ലഡ് മോശം എന്ന് പറയുന്നത് മാത്രമല്ല, ഹിന്ദുയിസം തന്ത്രയാണ്. തന്ത്രം എന്ന സബ്ജക്ട്, ആ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുറന്തള്ളപ്പെടുന്നത്, ആ പീരിയഡ്സിന്റെ ടൈമിൽ പുറന്തള്ളപ്പെടുന്നത് ഇംപ്യൂർ ബ്ലഡ് തന്നെയാണ്. ആ ഒരു ഐഡിയോളജി ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ക്രിസ്ത്യാനിറ്റിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ RC വിഭാഗം എടുത്തു പറയുകയാണെങ്കിൽ, വേറെ വിഭാഗം ഉണ്ടാകാം മെൻസ്ട്രൽ സമയത്ത് കയറാൻ പാടില്ല എന്ന് പറയുന്നത്, എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പീരിയഡ്സ് വരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അമ്മയാകാൻ ഇതെല്ലാം അനുഗ്രഹമാണ്. മുഹമ്മദ് എന്താ പറഞ്ഞറിയോ, എത്രയോ ആൺകുട്ടികൾ ഉണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററും പുണ്യവുമാണ് ഒരു പെൺകുട്ടി കുടുംബത്തിൽ ജനിക്കുന്നത് മുഹമ്മദ് പറഞ്ഞത്. ഈ മെൻസ്ട്രൽ പെൺകുട്ടി ഇപ്പൊ ഹിന്ദുയിസത്തിൽ ഞാൻ പറഞ്ഞത്, ആർത്തവവതിയായി ഒരു സ്ത്രീ എത്ര നേരത്ത് പൂജ, സ്ത്രീ പൂജിക്കപ്പെടേണ്ടവളാണെന്നും പൂജിക്കപ്പെടേണ്ട ടൈം എപ്പോഴാണ്, ഒരു സ്ത്രീ ആർത്തവതിയായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പൂജിക്ക് അർഹയാണെന്നും പറഞ്ഞിരിക്കുന്നത്. പൂജിക്കപ്പെടേണ്ടവളാണെന്ന് പറഞ്ഞ ടൈം ആർത്തവതിയായിട്ടാണ്. അപ്പൊ ക്രിസ്ത്യൻറ്റിയിൽ മാത്രമല്ല, ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ പവിത്രയായി കിടന്ന ഒരു സ്ത്രീ ഒരു അമ്പലത്തിൻ്റെ പീരീഡ് കാരണം കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പേരിലാവുമ്പോഴേ പ്രശ്നമായി. അതും തന്നെ പൂർവാചാരത്തിൽ ഇല്ല താനും. ഇവർ ആ കൂട്ടർ ആദ്യം കയറി വന്നത് വേണ്ട എന്ന് പറയുന്ന സമയത്ത് എന്തിൻ്റെ അടിസ്ഥാനമാണ്? ആ അടിസ്ഥാനം മെൻസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവത്ഗീതയോ ബൈബിളോ ഖുറാനോ അല്ല രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ പിടികകളല്ല, പിടികാരണ ബുദ്ധമതങ്ങളുടെ ഇതാണ്, പിടികളല്ല, അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാളെ ആർട്ടിക്കിൾ 15 പ്രകാരം ഒരു വ്യക്തിയെ ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഭാഗത്ത് നിന്ന് ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭാഷയുടെയോ എന്തിൻ്റെങ്കിലും പേരിൽ മാറ്റി നിർത്തപ്പെടുന്നത് ആ ഐത്താചരണമാണ്. ആർട്ടിക്കിൾ 17. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയോട് ഈ ഐത്തം ആചരിക്കാൻ പാടില്ല. നിങ്ങൾ മെൻസ്ട്രൽ പീരീഡൊക്കെ നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് കിത്താവ് നോക്കി പറയാം. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇവിടെ ഭരണഘടനയ്ക്ക് പ്രാധാന്യം. ആ ഭരണഘടന വിശ്വാസത്തിനെതിരല്ല. ആ വിശ്വാസത്തിൽ ഇത് നിർബന്ധമായും പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും പാലിക്കപ്പെടണം. അങ്ങനത്തെ ഒരു വിശ്വാസം അന്തർശാസ്ത്രത്തിലില്ല. എന്തുകൊണ്ട് 12 വർഷം കേസ് നടത്തിയിട്ട് എന്താ വിജയിപ്പിക്കാൻ പറ്റാണ്ടിരുന്നേ? 12 വർഷത്തോളം കേസ് നടത്തിയിട്ട് എന്ത് വിജയിപ്പിക്കാൻ പറ്റാണ്ടിരുന്നേ? ഈ മെൻസ്ട്രൽ പീരീഡ് താന്ത്രികമായിട്ട് ഇത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. തന്ത്രശാസ്ത്രത്തിൽ മെൻസ്ട്രൽ പീരീഡ് തെറ്റല്ല. തന്ത്രം ആ മെൻസ്ട്രൽ പീരീഡിനെ വളരെ മഹത്വമായിട്ടാണ് കാണുന്നേ. മെൻസസിനെ ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിനും പുറത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ശബരിമലയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ പാൻ ഇന്ത്യ നോക്കിക്കോളൂ, അവരെല്ലാം പറയുന്നത് പെണ്ണുങ്ങൾ കേറണ്ട എന്ന് തന്നെയാണ്, അല്ലേ? ഒന്ന് പറയും ഇത്രയും നേരം അവനവൻ പുറകിക്ക് വേണ്ടി ഞാനൊന്ന് പറയുക. ഈ ആളുകൾ വേണമെങ്കിൽ മണ്ടത്തരം കംപ്ലീറ്റ് ആണ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ശാസ്ത്രീയമായിട്ട് മതം പഠിച്ച ആചാര്യന്മാരുടെ ഉത്തരവാദിത്തം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവർ തിരിച്ചറിഞ്ഞ് തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുക എന്നാണ് ആചാര്യന്മാർ ചെയ്യേണ്ടത്. ആചാര്യ ശാസ്ത്രമാണ്. ഈ ശാസ്ത്രങ്ങളെ ആചരിക്കുന്നവനാണ്, അത് ആചാരത്തെ പഠിച്ചിട്ടാണ്, ആചാരത്തെ മനസ്സിലാക്കിയിട്ടാണ്.
ആചാരത്തിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കണം. ഈ ശാസ്ത്രീയത ഇല്ലാത്ത പണ്ട് കാലത്ത് ശരിയാണ്, ഒരു സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ കാടാണ്, സിംഹം പിടിക്കും പുലി പിടിക്കും എന്ന് പറയാം. പണ്ട് കാലത്ത് പോകുന്ന 41 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ഈ ആണുങ്ങൾ പോകുന്നത്. ഇന്നലെ കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ചവരിന്ന് മാലയിട്ട് ശബരിമലയ്ക്ക് പോവുകയാണ്. ചെന്നിട്ട് ടിക്കറ്റ് വെച്ച് അയ്യപ്പനെ തൊഴുകയാണ്. അവിടെ ഒരു പെണ്ണ് കയറുമ്പോൾ പറ്റൂല. ഇനി മെൻസ്ട്രൽ പീരീഡ് നോക്കാം. പണ്ട് കാലത്ത് മെൻസസ് തടഞ്ഞു നിർത്താൻ മാർഗ്ഗമില്ല. ഇന്ന് മെൻസസ് അഭിഷേകിച്ചാൽ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാൽ ഇല്ലാണ്ടാവുന്നേ ഉള്ളൂ. ഇനി മെൻസ്ട്രൽ പീരീഡ് പുറത്ത് അതിന്റെ ബയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ട് മെഡിസിൻസ് എടുക്കുന്നത് അത്ര ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ പരിപാടി. കള്ള് കുടിച്ചും പെണ്ണ് പിടിച്ചും പോകുന്ന ആണുങ്ങൾക്ക് ഇതൊന്നുമില്ല. അപ്പൊ അവിടെയാണ് ഒരു സ്ത്രീക്ക് അതുപോലെ തന്നെ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരുന്നതിനെ ഇന്ന് പുറത്തേക്ക് തന്നെ വരാതിരിക്കാൻ വേണ്ടിയുള്ള കപ്പ മെട്ടൽ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ പണ്ട് കാലത്ത് തുണി വെക്കുന്ന കാലത്ത് മറ്റുള്ള പറയുന്നേ. ഇന്ന് കാലം അധികരിച്ചു. അപ്പോഴും ഇന്നലകളിൽ പെണ്ണ് കയറിയിരുന്നോ എന്നാണ് ഈ കയറിയെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ജനങ്ങൾക്ക് ഏതെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിനെ മുതലെടുത്തുകൊണ്ട് അത് രാഷ്ട്രീയായുധമാക്കുകയല്ല വേണ്ടത്. അവിടെ ജനങ്ങളെ കള്ളിൻ്റെ ഇടയിൽ ബോധവൽക്കരിക്കണം. മതത്തിന്റെ ന്യൂനതകളിലേക്കല്ല മനുഷ്യൻ പോകണം, മനുഷ്യത്വത്തിന്റെ ഉന്നതിയിലേക്കാണ് പോകണ്ടേ. അതിന് ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തി പോകണം. ഇന്ത്യൻ ഭരണഘടന മുൻനിർത്തുള്ളതാണ്. ആ സമയത്ത് ഭക്തർക്കൊപ്പം എന്ന ഞാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ അപ്പോഴും വേദിയിൽ പറയുന്നുണ്ടെന്ന്. ഇത് പറയുന്നത് ഇന്നും അത് തന്നെയാണ് പറഞ്ഞത്. അവിടെ ഒരിക്കലും തന്നെ സ്ത്രീ പ്രവേശിച്ചുകൊണ്ട് ഒന്നുമില്ലാണ്ട് മാളികപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നില്ലേ. അതൊരു ദൈവിക സ്ത്രീ സങ്കല്പത്തിൽ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനെന്താ ഇതൊന്നും ഉണ്ടാവില്ലേ? അത് പാൽപായസവും പഞ്ചാമൃതമാണോ? സ്ത്രീകൾക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ എന്ത് സന്യാസിയായിരുന്നു? അല്ല, അത് എന്താ വെച്ചാൽ പ്രായത്തിന് നിയന്ത്രണമാണ് അവിടെ ഉള്ളത്. അല്ല, ആദ്യമായിട്ട് പോകുന്ന സ്വാമിന് എന്താ പറയാ, കന്നിസ്വാമി. കന്നിസ്വാമി വരാത്ത ഒരു മാസം കേറാമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, കന്നിസ്വാമി വരാതിരിക്കുന്ന ഒരു വർഷം. കുട്ടി അറിയാത്തതും പറഞ്ഞ ട്രോള് വാങ്ങി കൂടണം. എന്തായാലും ശരി, ഇത് കേൾക്കൂ. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം പറഞ്ഞുതരാം. ആ വിശ്വാസം അല്ല പറഞ്ഞു തരാൻ കുട്ടി. മോള് പറഞ്ഞ തെറ്റില്ല, അന്ന പറഞ്ഞ തെറ്റില്ല. അന്നൊരു വിശ്വാസമാണ് പറഞ്ഞത്. ഇവിടെയാണ് ഒരു കന്നിസ്വാമി കയറാത്ത കാലം എന്നുള്ള പറഞ്ഞത്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞുതരാം. ആ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മഹാവിഷ്ണുവിന്റെ പെൺരൂപത്തില്, മോഹിനി രൂപത്തില് ആകൃഷ്ണനായ ശിവനും മോഹിനിയും കൂടി ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് തുട വളർന്ന് കുട്ടിയുണ്ടായി എന്നാണ്. എത്ര ആഭാസകരമായ കഥയാണത്. അതിവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതല്ല. ഈ പറയുന്ന ഭൂതനാഥ സർവസ്വോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കഥയിലൂടെ ഉണ്ടായി വരുന്നതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമായിട്ട് ഇവർ എടുത്തിട്ടുള്ള ഒരു സാധനം ഉണ്ടായി വരുന്ന കഥയാണ്. ഈ കഥ പറഞ്ഞപ്പോൾ വാവരുടെ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. ഈ പുരാണത്തേക്ക് തന്നെ ഇവരെടുക്കുന്നേ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ കഥ. കാരണം ബ്രഹ്മാണ്ഡ പുരാണമൊക്കെ ആര് തപ്പാൻ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും പുരാണത്തിന് എന്തെങ്കിലും പേര് പറഞ്ഞാൽ ആൾക്കാർ തിരഞ്ഞു പോകും, ഇല്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അതെന്നാണ് ഈ കഥ വരുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഒരു കന്യാസ്വാമി വരാത്ത കാലമൊക്കെ ഉണ്ടെങ്കിൽ കയറായി എന്നുള്ളതൊക്കെ. അത് പറയുമ്പോൾ ഈ തുട വളർന്ന് ഊട്ടിയുണ്ടായതൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാണോ ശബരിമല ക്ഷേത്രം ഉണ്ടാവുന്നത്? ഈ പരശുരാമനാണോ ശബരിമല ക്ഷേത്രത്തിൽ കല്ലിട്ടത്? ഇവരതൊക്കെ അല്ലേ പറയാ. ഈ ആദിവാസി മക്കളും ഈ പരശുരാമനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. പരശുരാമൻ മഴയുണ്ട് അത്ര കേരളം ഉണ്ടായി ഇവർ പറയണത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ ബ്രാഹ്മണിസത്തെ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നതാണ്. ആത്യന്തികമായി മാനവികത ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മലയുള്ളാടനും അല്ലെങ്കിൽ മലമ്പണ്ടാരവും മലയറിയനും ഒക്കെയാണ്. പിന്നെ അവസാനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, അല്ല ഇവരൊക്കെ കൺവേർട്ട് ചെയ്ത് പോയവരാണ്. അരയന്മാർ കൺവേർട്ട് ചെയ്തത്, മലബണ്ടാരങ്ങളും മലയുള്ളാടന്മാരൊന്നും കൺവേർട്ട് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടേ. ഇതിന്റെ വിഷയം എങ്ങനെ പോയാലും ഈ ബ്രാഹ്മണിസ്റ്റ് ചിന്താ പദ്ധതി നടപ്പിലാക്കിയ സ്ഥിതിക്ക് അതിനെ മറികടക്കാൻ പാടില്ല. ബ്രാഹ്മണിസം അല്ലെങ്കിൽ ലോകത്തെ ഈ പുരുഷ കേന്ദ്രീകൃത മത നേതൃത്വങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്ന തന്ത്രത്തിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്. അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അവർ കുറേ നിയമങ്ങൾ പറയും, ഇത് അംഗീകരിക്കണം. പണ്ട് ഏതൊരു മതപ്രഭാഷണം നടക്കുന്ന വേദിയിൽ ഒരാളിങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കണ്ടതാണ്. പ്രവാചകന്മാരൊക്കെ ആയിട്ട് എന്താ ഈ ആണുങ്ങളെ മാത്രം പെണ്ണുങ്ങളില്ലാത്ത ചോദിച്ചു. അപ്പോൾ എടുത്തായിക്കളുണ്ട് എൻ്റെ പൊന്നാമിന അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് പടച്ചോൻ്റെ അടുത്ത് ശിക്ഷ കിട്ടും, നിന്ദയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ആണുങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കേട്ടോളാം. ഇതിൻ്റെ പോലെയാണ് ഈ ആണുങ്ങൾ പെണ്ണ് കയറണ്ടെന്ന് പറഞ്ഞു. ഇത് ആണുണ്ടാക്കി വെച്ച നിയമമാണ്. ഈ ശബരിമലത്തിന് കാര്യമില്ലെന്ന്. അപ്പോൾ ആ വിശ്വാസം, തെറ്റായ വിശ്വാസം, ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസം, അത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ. മതവിശ്വാസത്തെ എന്തിനാണ് വെറുതെ വ്രണപ്പെടുത്തുന്നതാണ് ക്വസ്റ്റ്യൻ. അല്ല, അത് മതവിശ്വാസമല്ല കുട്ടി, കാണിക്കാൻ വേണ്ടിയിട്ട് മതവിശ്വാസമല്ല. മാനേജർ ആവണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ പൊസിഷനിൽ എത്തണം, അതിന് പെണ്ണിനും ആണിനും ഒരേപോലെ. അത് മതവിശ്വാസത്തിന്റെ ഭാഗമല്ല. അതാണ് ഇവിടെയാണ് വിഷയം. ഇത് ഈ ശാസ്ത്രത്തെ തന്ത്രശാസ്ത്രം നാരായണവണ്ണം പഠിച്ച ഒരാളും പറയില്ല അത് മതവിശ്വാസത്തിന്റെ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ചോദ്യം ചെയ്യപ്പെടാതെ ഇപ്പൊ മാത്രം അത് ചോദ്യം ചെയ്യപ്പെടുന്നത്? ആവശ്യക്കാർ വരണം. ആവശ്യക്കാർ വന്ന് പരാതി കൊടുത്തു. ഇത്രയും നാള് ഈ ആവശ്യക്കാരൊന്നും ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നില്ലേ? ഇത് എങ്ങനെ ഉണ്ടാവണം മോളെ, ഒരു കാര്യം അറിയോ? ഇപ്പൊ ഈ നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് ഈ ഒരു സമയത്ത് 2026 ഈ ഡേറ്റിൽ ഇരുന്നിട്ട് നമുക്കിത് പറയാൻ എളുപ്പമാണ്. ഇന്നകളുടെ ചരിത്രം പരിശോധിക്കൂ. ഇവിടെ എന്താണ്, ഇവിടെ ആർക്കും അഭിപ്രായം ഉണ്ടായിരുന്നേ? അഭിപ്രായപ്പെടുന്നതിന്റെ കാര്യം എന്താ? ചെവി മുറിക്കലും കാല് മുറിക്കലും തല്ലിക്കൊല്ലും പാടത്തിന്റെ മടയിൽ അടയ്ക്കലും ഒക്കെ ആയിട്ട് ഇവിടുത്തെ വ്യവസ്ഥ എന്താ? ഇവിടെ നീതി എന്താ എന്ന് ആങ്കറായിരിക്കുന്ന അന്നയ്ക്ക് പോലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഏത് മത പെണ്ണിനെ പുറത്തിറക്കാം? ഇപ്പോഴത്തെ ഒരു മതത്തിന്റെ ഒരു സമ്മേളനം നടന്ന അവർ പറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾ പൊതുവേദിയിലേക്ക് വരുന്ന പരമാവധി ഇല്ലാണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വേറൊരു മതം ഇവിടെ പൊതുവേദിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പറയട്ടെ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇന്നലെ ചോദ്യം ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ അവിടെ നിയമ സംവിധാനം വേണം.
ആ നിയമ സംവിധാനം എന്ന് പറഞ്ഞാൽ ഭരണഘടന രൂപീകരിച്ചു വന്ന് ഇപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെങ്കിലും ചോദിച്ചാൽ മോൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇത്ര കണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ പറ്റോ? പറ്റും. നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 251 എന്താണ്? അല്ല, ഫുള്ള് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതാ പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. അതല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം കാര്യമില്ല. ഇവിടെയാണ് സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടന പോലും കൃത്യമായി അറിയാത്ത ആളുകൾ ഇത് മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ കഴിയുന്നതൊക്കെ നീതികേടാണ്. ഇന്നുള്ളത് ഖുറാനോ ബൈബിളിന്റെയോ ഭഗവത്ഗീതയുടെയോ നാടല്ല ഇത്. ഇന്നലത്തെ ഈ പറയുന്ന ചാങ്കരസ്മൃതിയോ മനുസ്മൃതിയോ അല്ല, അല്ലെങ്കിൽ ശരീഅത്ത് നിയമങ്ങളല്ല, അല്ലെങ്കിൽ പിന്നെ കാനൂൺ നിയമങ്ങളല്ല ഞങ്ങളെ നയിക്കുന്നത്. ഈ രാജ്യത്ത് ഭരണഘടനയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഓരോരുത്തരും, സ്ത്രീ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ എത്തപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഓരോ മേഖല കടന്നു വരുമ്പോഴാണ് ഞങ്ങൾക്ക് ചിലതൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ഭരണഘടന കൊണ്ട് ചിന്തിക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യുമ്പോൾ ഇതുവരെ ചോദിക്കാമെന്ന് വെച്ചാൽ അത് പിന്തിരിപ്പൻ ന്യായമാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന ദലിതുകൾ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ പല അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു. ഇന്നലെ അവർക്കത് കിട്ടിയിരുന്നില്ല. ഇന്ന് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം അവർ വിചാരിച്ചെന്താ, ദൈവം ഞങ്ങളെ ശിക്ഷിച്ച് ഈ പാടത്ത് പണിയെടുക്കാനാണെന്നാണ്. ഞങ്ങൾ രാവന്തിയോളം പണിയെടുക്കാൻ തമ്പുരാൻ ഉണ്ടായി കൊടുക്കണം എന്ന് മാത്രം കരുതിയ കാലുണ്ട്. ഇന്നലകളിലല്ല, വിദ്യ നിഷേധിക്കപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആദിയിലെ നാട്ടിലെ അവകാശികൾ അവരാ. ഇപ്പൊ അറിയോ, ഈ നാട്ടിലെ അവകാശികൾ ഇപ്പൊ ബ്രാഹ്മണ ഭൂമിയായിട്ടല്ലേ കേട്ടിട്ടുള്ളത് മോളടക്കം. ഇവിടുത്തെ ആദ്യത്തെ ജനത ഏതാണെന്നറിയോ? ഇവിടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട SC/ST വിഭാഗങ്ങളാ, പിന്നോക്ക വിഭാഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ നാടിന്റെ അവകാശികൾ BC 306 ഈ നാട് സഞ്ചരിച്ച മെഗസ്തനീസ് റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ നാട് ഇവിടുത്തെ ഇപ്പൊ ഈ SC എന്ന് വിളിക്കുന്ന സമൂഹത്തിന്റെ, ST എന്ന് വിളിക്കുന്ന ആളുകളുടെയാണ്. ആരാ പറയുന്നേ? അത് പറഞ്ഞാൽ പറയും അത് തെറ്റാണെന്ന് പറയും. പരശുരാമന്റെ മഴുവെറിഞ്ഞ് ബ്രാഹ്മണനെ ദാനം ചെയ്തു പറഞ്ഞാൽ ആർക്കും കുഴപ്പമില്ല. ഇപ്പൊ ഏതെങ്കിലും പുണ്യാളന്മാർ കടലിൽ കടന്ന് ആദ്യം ഇവിടെ ഒന്ന് മതം പ്രചരിപ്പിച്ചു, അതിന് കുഴപ്പമില്ല. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പറയട്ടെ ഇത് മുഴുവിപ്പിക്കട്ടെ. അപ്പൊ എന്താ വെച്ചാൽ അവിടെ സ്വാഭാവികമായിട്ടും ഭരണഘടനാ മൂല്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തിക്ക്, സ്ത്രീ പുരുഷൻ X or Y, ബ്രാഹ്മണനുമാകാം ഏത് മതസ്ഥനുമാകാം, അവന്റെ മൂല്യങ്ങൾ ഭരണഘടനാപരമായിട്ട് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിയപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ്, വെള്ളം കണ്ട കുതിരയെ പോലെയാണ്. അവനോടും അവൻ പ്രതികരിക്കും. ആ പ്രതികരണം കാലങ്ങൾ കഴിഞ്ഞുണ്ടായാലും ഇതുവരെ എന്തോ ചോദിക്കാതിരുന്നേന്ന് ചോദിക്കാൻ അത് ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് സാധ്യമല്ല. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ നിയമത്തിന്റെ സാധ്യത. ആ നിയമത്തിന്റെ സാധ്യത മോളിക്കടക്കം അന്നയ്ക്ക് പോലും ഒരു നിയമത്തിന്റെ സാധ്യത മനസ്സിലാകുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുക. അല്ലെങ്കിൽ അന്നെ എന്ത് ചെയ്യും, ചില സ്ത്രീകളൊക്കെ ഉണ്ട് വീട്ടിൽ ഇപ്പോഴും ഭർത്താവിന്റെ അടി കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് എന്താ വിചാരം, ഞാൻ ഭാര്യയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അടി കൊള്ളേണ്ടവളാണ്, ഭർത്താവിന്റെ പാദം പൂയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടവളാണ്, വേറൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല, കുട്ടികളെ നോക്കുന്ന പണിയാണ് എനിക്ക്. ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാർ ഇന്ന് ഈ നാട്ടിലുണ്ട്. വേണ്ടാന്ന് പറയണില്ല. പക്ഷെ ഭരണഘടനാ മൂല്യം മനസ്സിലാക്കുന്ന ഈക്വാലിറ്റി, തുല്യതയാണ്. നമ്മൾ കുടുംബത്തിലൊന്നും ഈക്വാളിറ്റി വേണ്ടെന്നല്ല പറയുന്നത്, അതെല്ലാം വേണം. സെറിബ്രൽ ഓപ്പർച്യൂണിറ്റി അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ശബരിമല വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ഏത് മതം എടുത്തോട്ടെ, നമുക്ക് ആ ഒരു ഈക്വാളിറ്റിയുടെ സാധ്യത മനസ്സിലാവുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ മതത്തിൽ നിന്ന് പിന്മാറി വേറെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യാം. എന്തിന് ഹിന്ദുയിസത്തിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. അത് ആ ഹിന്ദുയിസത്തിന്റെ ആ ധർമ്മവ്യവസ്ഥയെ തെറ്റായി വ്യാഖ്യാനിച്ചവരുടെ വ്യാഖ്യാനം മാത്രം മാറ്റിക്കളഞ്ഞത്. തന്ത്രശാസ്ത്രമാണ് ശബരിമലയ്ക്ക് ആധാരമെങ്കിൽ, അല്ലെങ്കിൽ സമാധി വ്യവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ സിദ്ധ പാരമ്പര്യമാണെങ്കിൽ, മലദൈവ പാരമ്പര്യമാണെങ്കിൽ, അവിടെ മോള് പറഞ്ഞ ഈ മെൻസസ് പീരീഡിന് അശുദ്ധി കാണുന്ന, അല്ലെങ്കിൽ മെൻസസ് പീരീഡ് കയറണമെന്നല്ല, സ്ത്രീയെ ഒരു പ്രായത്തിൽ മാറ്റി നിർത്താനുള്ള നിയമം തന്ത്രശാസ്ത്രത്തിന്റെ ഗ്രന്ഥത്തിൽ എവിടെയുമില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ പറയുന്ന 10 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സുള്ള സ്ത്രീകളെ ഈ ക്ഷേത്രങ്ങളിൽ കയറ്റാൻ പാടില്ല, അയ്യപ്പന് തൊഴാൻ പാടില്ല എന്നൊരു നിയമം ആരെങ്കിലും പ്രാമാണികമായിട്ട് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. എന്നല്ലാണ്ട് ആരെങ്കിലും ഒരു സുപ്രഭാതം എന്തെങ്കിലും പറഞ്ഞ സ്ത്രീയെ മാറ്റി നിർത്തുമ്പോൾ, അത് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരാകുമ്പോൾ, ഇത്രയും നാൾ മാറ്റി നിർത്തപ്പെട്ടതാണല്ലോ. അപ്പൊ ഇത്രയും കാലം അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ വരെ സ്ത്രീകൾക്ക് അവര് തിരിച്ചറിയുമ്പോ അവരെന്താ ചെയ്യേണ്ടത്? അത് സ്വാഭാവികം തിരിച്ച് അവിടെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാ. ഇപ്പൊ തന്ത്രി ഓൾറെഡി സ്വർണം കട്ട കേസിന് അവിടെ പോയി ജയിലിൽ കൊണ്ടിരിക്കുകയാണ് അല്ലെ, മോഷ്ടിച്ചു പോകാൻ പാടില്ല, എന്തെങ്കിലും ബന്ധപ്പെട്ട് പരാതി അയച്ചിട്ടുണ്ട്. ഈ സമയത്ത് മോഷണ കുറ്റത്തിന് ഇതായി കഴിഞ്ഞാൽ ചോരൻ എന്നാണ് സംസ്കൃതത്തിൽ പറയാ, ചോരൻ, കള്ളൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അയാൾ പരിഹാരം ചെയ്യണം. എന്താ ചെയ്യാത്തെ? തന്ത്രശാസ്ത്രമൊക്കെ നോക്കി, അല്ലെങ്കിൽ ശാസ്ത്ര നിയമം നോക്കി പോകുന്നല്ലേ. ചോരശാന്തി ഹോമം നടന്ന കള്ളം കയറി എന്നുണ്ടെങ്കിൽ അപ്പൊ കള്ളം. കള്ളൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ കള്ളനാകാതിരിക്കുന്നില്ല, അല്ലെങ്കിലും ബ്രാഹ്മണൻ ജാതിയല്ല സാമൂഹ്യ വ്യവസ്ഥയാണെന്ന്. ഇതിന് പരിഹാരമാണത്. അപ്പൊ എന്താ പരിഹാരം? അങ്ങനെ വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നാൽ ആചാര്യസഭ കൂടിയിട്ട്, ശാസ്ത്രം അറിയുന്ന തന്ത്രിയാണെങ്കിൽ പോലും സ്വയം തീരുമാനിക്കാതെ ആചാര്യസഭ കൂടിയിട്ട് എന്ത് വേണമെന്ന് ചിന്തിച്ചിട്ട് അത് ഉചിതം പോലെ സമൂഹത്തിനും അതുപോലെ തന്നെ ആ സഭയ്ക്കും ഇംഗിതമായ രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത പോലെ അത് മുന്നോട്ട്. ആ ഉപദ്രവത്തിൽ എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഭരണഘടനയും വരും. ആ ഭരണഘടനാ മൂല്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്ത്രമനുസരിച്ച് പോയാൽ മതി. ഇതല്ല ഉണ്ടായത്. ആളുകളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു, രാഷ്ട്രീയപരമായിട്ട് ഉപയോഗം ചെയ്തു. അതിന് ആളി കത്തിക്കുകയോ ചെയ്തു അവസരം എന്നുണ്ട്. അതല്ല വേണ്ടത്. ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ. പറയട്ടെ, അവളെ ഭരിക്കുന്ന സർക്കാരായാലും ശരി,
അവരെടുത്തു ചാടി. മറ്റു പല കോടതി നിയമ വിധികളും വരുമ്പോൾ അവരത് കാണിക്കുന്നില്ല. ഇതിന്റെ എടുത്തു ചാടി അവരും തന്നെ രാഷ്ട്രീയപരമായിട്ട് പലതും കണ്ടുപോകുമേ. അവർക്ക് തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ അയ്യപ്പനെ സമ്മേളനം നടത്തേണ്ടി വന്നു അവർക്ക്. ഇവിടെ വിഷയം ഇതിനെ മതങ്ങളെ രാഷ്ട്രീയമായുധമാക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. മതത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ട മതാചാര്യന്മാരാണ്. അതെങ്ങനെ വേണം? സ്വന്തം താല്പര്യത്തിനല്ല. വിശ്വാസ ചൂഷണം പാടില്ല. ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസ ചൂഷണം. അതാണ് ഇവിടെ വിശ്വാസൂഷണം. ഇതാണ് വിശ്വാസൂഷണം. ഒരു സ്ത്രീ മെൻസസ് ആയതുകൊണ്ട് അവൾക്ക് ആ ക്ഷേത്രത്തിൽ ഇന്ന കാലത്ത് പോകാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വന്ന വിശ്വാസം എന്തായിരുന്നു? ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തതല്ലേ? എന്താ ഇവിടുത്തെ വിശ്വാസം അറിയോ? അപ്പൊ ഒരു താന്ത്രികൻ ഇതല്ലേ വിശ്വാസം? അല്ല, തന്ത്ര അതല്ല കുട്ടി. അതാണ് നിങ്ങൾക്ക് ഇതുപോലെ അന്ധവിശ്വാസം അനാചാരം ഒന്നും മനസ്സിലായിട്ടില്ല. തന്ത്ര എന്ന് പറഞ്ഞാൽ ആളുകളെ വിശ്വാസത്തിനൊപ്പം പോണതല്ല. ആളുകൾ എന്തെങ്കിലും മണ്ടത്തിനെ കേട്ടത് അതല്ല. മണ്ടത്തരമാടാ പൊട്ട. ഇതാണ് ഇതിന്റെ കാര്യം. എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ കറക്റ്റ് ചെയ്തില്ല? ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണോ കറക്റ്റ് ചെയ്യാൻ പറ്റിയത്? ഈ നിങ്ങൾ എന്നുള്ള ചോദ്യം ആരോടാണ്? ആവശ്യക്കാര് വരണ്ടേ? ഇപ്പൊ ഇവിടെ ഇരിക്കണോ നെടുമുടി വേണുണ്ട് ഏതൊരു സിനിമയിലേ, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓൾറെഡി അല്ലല്ല, ഇപ്പൊ ബാബാജി പഠിക്കുന്ന സമയത്ത് ബാബാജിക്ക് ഓൾറെഡി അറിയാലോ ഇങ്ങനെ ഒരു വിശ്വാസമല്ല ശബരിമലയിലുള്ളത്, സ്ത്രീകൾക്ക് കയറാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല? ഇപ്പൊ മാത്രം എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? എന്റെ പൊന്നു മോളെ, നമ്മള് എന്താച്ചാ ഇവിടെ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാവുന്ന കാണണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിക്കുന്ന അന്ന് തൊട്ട് ഇത്ര സബ്ജക്ട് പറയുന്നുണ്ടേന്ന്. ട്രാൻസ്ജെൻഡറുകൾക്ക് ശബരിമല പൂജിക്കാൻ, സ്ത്രീകൾക്ക് പൂജിക്കാൻ പറ്റണമെന്ന് പോലും ഇന്റർവ്യൂ കൊടുത്ത ആളാണ് ഞാൻ, സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ ഏലംകുളത്തെ കുഗ്രാമത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരാൻ സമയം എടുക്കില്ലേ? ഇത് കോടതിയിൽ പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം കോടതി പോകണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്പൂരിമാരും തന്ത്രിമാരും മറ്റുള്ളവർ ക്ഷേത്രത്തിൽ പൂജിക്കാൻ പറ്റാണ്ട് സുപ്രീം കോടതി പോയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നമ്മൾ വക്കീലിനെ വെച്ചു, സുപ്രീം കോടതി വക്കീലേക്ക്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു കാശ് എന്തിനാ ചോദിച്ചു. കാശ് വേണ്ടേ? ജനാധിപത്യയുടെ ആർട്ടിക്കിൾ 16 പോയിട്ട് അവസര സമൂഹത്തിന് കോടതി പോകണമെങ്കിൽ വെറുതെ വക്കീലന്മാർ വാദിക്കില്ല. കാശ് കൊടുക്കണം, കോടതിയിൽ കെട്ടിവെക്കാൻ പൈസ വേണം, ഇതൊക്കെ വേണം. ഇത് പറഞ്ഞ പോലെ കോടതി പോകാണ്ട് അല്ലാണ്ട് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു നിയമവശത്തിന്റെ ഭാഗമായി വരുമ്പോഴാണ് ജനം ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ ഒത്തിരി വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്.